മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ മുസ്ലിം യുവാക്കള് ഞാൻ ഈ റംസാനിലെ പ്രാർത്ഥനയുടെ വൈരുദ്ധ്യം, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതം, സക്കീർ നായിക്കിനെതിരെ, MM അക്ബറിനെതിരെയൊക്കെ പറയുമ്പോൾ അവര് ശക്തമായിട്ട് പ്രതികരിക്കുന്നത് ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ മണ്ടൻ, പരമമണ്ടൻ, വിഡ്ഢി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. കുറച്ച് പേരെനിക്ക് പറയാറുണ്ട്, സാറ് ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട, ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് സാറ് പ്രത്യേകിച്ചൊന്നും വിഷമിക്കേണ്ട, ഇത്ര പ്രായമായില്ലേ, ഇത് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏതെങ്കിലും ജനത ആരെയെങ്കിലും കുറിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമാണ്. മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമേ ഇന്ന് ലോകത്തില് ടെൻഷനും ദുഃഖവും വേദനയും പ്രശ്നങ്ങളും ഉള്ളൂ. മറ്റു ഒരു മതത്തിനെ കുറിച്ചും ഈ ലോകത്തിലെ ആർക്കും ഒരു പ്രശ്നമില്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞതിലേക്ക് വരാം. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ഗാന്ധാരിയുടെ അടുത്ത് ചെന്നപ്പോ തന്റെ മക്കളെല്ലാം മരിച്ച ദുഃഖത്തിലെ ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്നുണ്ട്. എന്റെ കുലത്തിലുള്ളവരെങ്ങനെയാണോ തമ്മിൽ യുദ്ധം ചെയ്ത് മരിച്ചത്, കൃഷ്ണ നിന്റെ കുലത്തിലുള്ളവരും അതേപോലെ മരിക്കും. അപ്പൊ കൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞത് വളരെ സുദീർഘമായിട്ട് പറയേണ്ടതാണ്, ഞാനൊരു ചെറിയ വരിയിലൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ ഗാന്ധാരിയോട് പറഞ്ഞു, അമ്മേ ഗാന്ധാരി, അമ്മ തന്ന ആ ശാപം അത് ഞാൻ ഒരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കുന്നു. കാരണം ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവകുലം, ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവകുലത്തെ പുറത്തു നിന്ന് ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുള്ളതുപോലെ ആ യാദവകുലം അകത്തു നിന്ന് തന്നെ അടിച്ച് തമ്മിൽ മരിച്ച് നശിക്കുന്നതാണ് നല്ലത്. അമ്മയുടെ ശാപം അനുഗ്രഹമായിട്ട് സ്വീകരിക്കുന്നു. ഇതേപോലൊരു വരി രാജസ്ഥാനിലെ മരുഭൂമിയിലൂടെ ദ്വാരകയിലേക്ക് വരുന്ന കൃഷ്ണനോട് ഉത്തംഗ മഹർഷി എന്നൊരു മഹർഷിയും പറയുന്നുണ്ട്. അവിടെയും കൃഷ്ണൻ ഏതാണ്ട് ഇതുപോലെ ഒരു ഉത്തരമാണ് കൊടുത്തത്. ആ കൃഷ്ണൻ ഉത്തരം കൊടുത്തതുപോലെ തന്നെ ഞാൻ ഈ മുസ്ലിം യുവാക്കളോട് പറയുന്നു, പെട്രോളിന്റെയും ഡീസലിന്റെയും ഓയിലിന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും എല്ലാം സാമ്പത്തിക തിമർപ്പില് കഴിയുന്ന മുസ്ലിം രാഷ്ട്രങ്ങള്, പിന്നെ ന്യൂനപക്ഷത്തിന്റെ അവകാശത്തിൽ ഭാരതത്തിൽ തിളച്ചു മറിയുന്ന മുസ്ലിങ്ങള്, ഇന്ന് ലോകത്തില് ഒരേ അള്ളാഹുവിന്റെ, ഒരേ പ്രവാചകന്റെ, ഒരേ ഖുറാന്റെ, ഒരേ കാബയുടെ, ഒരേ മെക്കയുടെ ആരാധകര് തമ്മിൽ ചത്തും കൊന്നും ചോര ചീന്തിയും മരിക്കുന്ന കാഴ്ച കാണുമ്പോ ഗോപാലകൃഷ്ണനോട് ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന മുസ്ലിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉപദേശം ഞാൻ സ്വീകരിക്കാം. ചാവാനും കൊല്ലാനും വേണ്ടി മാത്രം ഉണ്ടായ ഒരു മതം, ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്ന ഒരു മതം, ആ മതത്തില് 125 പെൺകുട്ടികളെ തീയിട്ട് കത്തിക്കുക, ഒരു തുണി ഉരിഞ്ഞു തന്നില്ല എന്ന കാരണത്തില് അള്ളാഹുവിന്റെ നേരെ അനുഗ്രഹം കിട്ടി. റംസാനിലെ 30 ദിവസം വ്രതം അനുഷ്ഠിച്ച് ദൈവത്തോട് നേരിട്ട് ചേരാൻ 5 നേരം നിസ്കരിച്ച് എല്ലാം ജീവിക്കുന്ന ഈ മുസ്ലിങ്ങളെ നിങ്ങൾ പരസ്പരം ചത്തും കൊന്നും 69 മുസ്ലിം രാഷ്ട്രങ്ങളിലും, മുസ്ലിം രാഷ്ട്രമല്ലാത്ത രാഷ്ട്രങ്ങളിൽ എവിടെയാണോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ളത് അവിടെയും ബോംബുണ്ടാക്കിയും ബോംബിട്ടും ചത്തും കൊന്നും തന്നെത്താനെ ഈ വംശം നശിക്കുമ്പോൾ ഗാന്ധാരിയോട് കൃഷ്ണൻ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ISISനെയും ഇതുമാതിരിയുള്ള അൽ ഖ്വയ്ദയെയും ഗദ്ദാഫിയെയും സദ്ദാം ഹുസൈനെയും ഒസാമ ബിൻ ലാദനെയും അതുപോലെ തന്നെ പല പല പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം തീവ്രവാദികളെയും അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ലോകത്തിലെ മറ്റ് പലർക്കും ഒതുക്കാൻ പുറത്തുനിന്ന് സാധിച്ചില്ലെങ്കിലും തന്നെത്താനെ ചത്തും നശിച്ചും
ചോര ചീന്തിയും കഴുത്തറത്തും ജീവിക്കുന്ന 69 രാഷ്ട്രങ്ങളിലെ മുസ്ലിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ദുഃഖം തോന്നിയിരുന്നത്, നിങ്ങൾ പറഞ്ഞില്ലേ ഗോപാലകൃഷ്ണനോട് ദുഃഖിക്കേണ്ടെന്ന്, ആ നിങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് ഇങ്ങനെ തന്നെത്താനെ ചാവുന്നതും കൊല്ലുന്നതും ബോംബ് ഉണ്ടാക്കുന്നതും ബോംബ് വെക്കുന്നതും പള്ളിയിൽ അലമുറയിട്ട് നെഞ്ചത്തടിച്ച് കരയുന്നതും ഓരോ തീവ്രവാദ രാഷ്ട്രമായി മുസ്ലിം രാഷ്ട്രങ്ങൾ മാറുമ്പോഴും നിങ്ങൾ എന്നോട് ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സന്തോഷിക്കാം. പ്രണാമം, നമസ്കാരം.